രവീന്ദ്രൻ മാഷ് അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സമകാലികരായ മറ്റ് സംഗീത സംവിധായകർക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇപ്പൊ സിന്ദൂരം പെയ്തിറങ്ങി എന്ന് പറഞ്ഞ പാട്ട് ജോൺസൺ മാഷിന്റെ പാട്ട് തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ എഴുതുമ്പോഴുള്ള പാട്ടാണ്. സിന്ദൂരം പെയ്തിറങ്ങി ജോൺസൺ മാഷിന്റെ സംഗീതത്തില് രവീന്ദ്രൻ മാഷ് പാടുന്നു. ശ്രുതി അമ്മ ലേമച്ചൻ വിദ്യാസാഗറിന്റെ സംഗീതത്തില് രവീന്ദ്രൻ മാഷ് പാടുന്നു. മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന സിനിമയില്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഈ പാട്ടുകളിലൊക്കെയും ഈ സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ അതുപോലെ ബ്രഹ്മമംഗലം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു കൂടുതലും അത്തരം ക്ലാസിക്കൽ പാട്ടുകൾ ആ സമയത്ത് ഈ രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കൂടുതലും. എന്നാലേ ചില ഒരു മോഹം, ചില ആൾക്കാരുടെ ഒരു ആദ്യത്തെ മോഹം ഇങ്ങനെ അവിടെ കിടക്കുമല്ലോ. അപ്പൊ രവിയേട്ടന് ആദ്യം ഒരു മ്യൂസിക് പാട്ടുകാരനാവണം എന്ന് പറഞ്ഞൊരു മോഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയും പാട്ടുകൾ പിന്നീട് അങ്ങോട്ട് ചെയ്യാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയ സമയത്ത് വേണമെങ്കിൽ നല്ലൊരു പാട്ട് ചെയ്ത് തന്നെ പാടായിരുന്നില്ലേ? തീർച്ചയായിട്ടും പാടാമായിരുന്നു. പക്ഷെ അന്ന് മാഷ് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട് പാടാവുന്ന. മാഷ് നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പറഞ്ഞ് ഞാൻ പാട്ടുകാരനായിട്ട് വന്നതാണ്, പക്ഷെ എനിക്ക് ദൈവം അതിനകത്ത് ഒരു തന്നില്ല. ഇപ്പൊ എനിക്കൊരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട്, ഞാൻ ആ ഒരു തൊഴിലേ ചെയ്യുന്നുള്ളൂ, വേറൊരു തൊഴില്. ഇത് മ്യൂസിക് ഡയറക്ടേഴ്സും ഇതിനും പോയിട്ടില്ല, ഡബിങ്ങിനും പോയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യുക, അതാണ് എന്റേത്. എല്ലാത്തിലും കൊണ്ട് തൊട്ട് ഇഷ്ടമല്ല. പാടാൻ ഒത്തിരി പേരുണ്ടല്ലോ, അവര് പാടട്ടെ.